നമ്മൾ പല ജീവികളെയും ഇണക്കി വളർത്തുന്നത് തിരിച്ചെന്തെങ്കിലും ഉപകാരം നമുക്ക് ഇവയെ കൊണ്ട് ലഭിക്കുന്നത് കൊണ്ടാണ്. ആട്, പശു, നായ്ക്കൾ അങ്ങനെ നിരവധി ഇനം ജീവികൾ. ഇവരൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം ജോലിക്കാരാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വീട് കാക്കുന്നവരാകട്ടെ, വീട്ടിലേക്ക് ആഹാര സാധനങ്ങളും പാലും ഒക്കെ തരാൻ വളർത്തുന്നവർ, അങ്ങനെ നിരവധി ജോലികളാണ് ഇവർക്കൊക്കെ. ഇവയുടെ എല്ലാം പൂർവികർ കാടുകളിൽ സ്വതന്ത്രമായി അലഞ്ഞു നടന്നിരുന്ന കാട്ടുമൃഗങ്ങൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവയുടെ ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം പതിയെ ഇവയൊക്കെ നമ്മൾ കൂടെ കൂട്ടിയത്. പക്ഷേ ഇതിനിടയിൽ കുറച്ച് ഫ്രീലാൻസേഴ്സ് ഉണ്ട്. അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ ജോലി ചെയ്യുകയുള്ളൂ. ജോലി എന്നൊന്നും പറയാനേ പറ്റില്ല. അവരുടെ ചിലതരം കളികൾ മാത്രമാണ്. ചില സമയത്ത് ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്, ഇവരെ നമ്മളാണോ അത് നമ്മൾ ഇവരെയാണോ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന്. വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത്, നമ്മുടെ സ്വന്തം ഫേലിസ് കാറ്റിസ്. വെൽക്കം ടു മോഷൻ ബുക്ക്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഭൂമിയിൽ എവിടെയും ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ചു പോരുന്ന കൂട്ടരാണ് പൂച്ചവർഗ്ഗങ്ങൾ. മരുഭൂമിയിൽ മുതൽ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങൾ പോലും ഇവയുടെ സാന്നിധ്യമുണ്ട്. പൊതുവെ ഒരു സമൂഹ ജീവിയുടെ ഭാഗത്തിൽപ്പെടുത്താൻ സാധിക്കാത്ത ജീവികളാണ് പൂച്ചകൾ. ഇതിൽ ഒരു വ്യത്യാസമുള്ളത് സിംഹങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ്. കണ്ടാൽ വളരെ സുന്ദരന്മാരാണെങ്കിലും വലിയ ഇനത്തിലുള്ള ഫീലൈൻസ് വളരെ അപകടകാരികളാണ്. എന്നാൽ ചെറിയ ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്വഭാവമൊക്കെ ഏറെക്കുറെ വലിയവരെ പോലെ തന്നെയാണെങ്കിലും ഇവർ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇവരെല്ലാം തന്നെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടി ജീവിക്കുന്നവരാണ്. പലപ്പോഴും ടെറിട്ടോറിയൽ ബിഹേവിയർ കാണിക്കുന്ന ഇവർ തങ്ങളുടെ ഏരിയയിൽ മറ്റൊരു പൂച്ചയെ അനുവദിക്കുന്നതല്ല. മനുഷ്യർ വളർത്തുന്ന മറ്റു ജീവികളുമായി പലപ്പോഴും പൂച്ചകളെ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുകയില്ല. ഇവയെപ്പോലെ തന്നെ നമ്മുടെ ഇടയിൽ വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന മറ്റൊരു ജീവിയാണ് നായകൾ. പക്ഷേ നായകൾ എപ്പോഴും കുടുംബത്തിലുള്ള മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനും അവരുടെ ശ്രദ്ധ നേടുവാനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില കേസുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പൂച്ചകളുടെ കാര്യം വളരെ വ്യത്യസ്തമാണ്. ഇവ പൊതുവെ ആരോടും തന്നെ അത്ര കമ്മിറ്റഡ് ഒന്നും ആയിരിക്കില്ല. പലപ്പോഴും അനുസരണശീലം തീരെ ഇല്ലാത്തവരാണ്. വിളിച്ച് മടുത്തു ഒടുവിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലാറാണ് പതിവ്. അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ സ്നേഹം വേണമെന്നുള്ളപ്പോൾ വന്ന് മുട്ടി വരുന്നു. ഭക്ഷണം വേണ്ടപ്പോൾ അതിനായി വഴക്കുണ്ടാക്കി മേടിക്കും. ചിലപ്പോൾ നമ്മൾ കാണാതെ എടുത്തുകൊണ്ടുപോയി എന്ന് പറയും. ഇത്തരത്തിൽ ഒട്ടും തന്നെ സോഷ്യൽ ഇല്ലാത്ത ഒരു ജീവിയെ മനുഷ്യർ എങ്ങനെയായിരിക്കാം ഇണക്കിയെടുത്തത്? ഇവിടെയും കാര്യങ്ങൾ മുമ്പ് നായ്ക്കളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കാം. മനുഷ്യർ പൂച്ചകളെയല്ല, പകരം പൂച്ചകൾ മനുഷ്യരെ ആയിരിക്കാം ഇണക്കിയത്. 3 തരത്തിലുള്ള വഴികളാണ് മൃഗങ്ങളുടെ ഡൊമസ്റ്റിക്കേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമതായി കമൻസെൽസ് പാത്വേസ്. ഇത് പ്രകാരം മൃഗങ്ങൾ മനുഷ്യന്റെ ആഹാര സാധനങ്ങളും പാകം ചെയ്തതിന് ശേഷമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും ഒക്കെ ആകൃഷ്ടരായി മനുഷ്യവാസമുള്ള ഇടയിലേക്ക് വരികയും പതിയെ മനുഷ്യനോട് ഇണങ്ങുകയും ചെയ്തിട്ടുണ്ടാകാം. രണ്ടാമതായി പ്രേ പാത്വേസ്. മൃഗങ്ങളെ ഭക്ഷണത്തിനും മറ്റുമായി വേട്ടയാടുകയും പിന്നീട് ഇവയെ കൂട്ടമായി വളർത്തുകയും ചെയ്തിട്ടുണ്ടാകാം. മൂന്നാമത് ഡയറക്റ്റ് പാത്വേ. ചില മൃഗങ്ങളെ കെണിയിലൂടെ പിടിക്കുകയും പിന്നീട് ഇവയെ വിവിധ ആവശ്യങ്ങൾക്കായി മെരുക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഇതിൽ ആദ്യം പറഞ്ഞ ഭാഗത്തിലാണ് നായ്ക്കളും പൂച്ചകളും എല്ലാം വരുന്നത്. പക്ഷേ നായ്ക്കളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പിന്നീടും ഒരുപാട് വർഷങ്ങളെടുത്തു പൂച്ചകളും മനുഷ്യനുമായി ഇണങ്ങാൻ. അതിനും വർഷങ്ങൾക്ക് മുമ്പ് മുതലേ പൂച്ചകളുടെ സാന്നിധ്യം മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വീട്ടിൽ വളർത്തുന്ന പൂച്ചകളും കാട്ടുപൂച്ചകളും തമ്മിൽ ഘടനയിൽ വലിയ വ്യത്യാസമൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ മനുഷ്യനെ ഇണക്കി വളർത്തിയ മറ്റു ജീവികൾ അവയുടെ പൂർവികരിൽ നിന്നും ഇന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാൽ പോലും പൂച്ചകളുടെ പൂർവികരായ കാട്ടുപൂച്ചകളെ അവയെ ഇണക്കിയ രീതിയൊക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് ഒരുപാട് വർഷങ്ങൾ എടുത്തു. ഇതുമൂലം ആർക്കിയോളജിക്കലായ തെളിവുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. 1983 മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്തിരുന്ന സൈപ്രസ് ദ്വീപിൽ നിന്നും 8000 വർഷം പഴക്കമുള്ള ഒരു ഫോസിൽ ലഭിക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ കാട്ടുപൂച്ചകൾ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. പിന്നീട് 9500 വർഷം പഴക്കമുള്ള മറ്റൊരു ഫോസിൽ മനുഷ്യനെ അടക്കം ചെയ്തിരിക്കുന്നതിന്റെ അടുത്ത് നിന്നും കിട്ടുകയുണ്ടായി. ഇതോടെ ഒരുപക്ഷെ സൈപ്രസിൽ നിന്ന് തന്നെയാവാം ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി വെച്ചതെന്നൊരു അഭിപ്രായം മുന്നോട്ട് വന്നു. പക്ഷേ ജനിതകപരമായ പഠനങ്ങൾ കാണിക്കുന്നത് ഇവയ്ക്ക് ആഫ്രിക്കൻ വൈൽഡ് ക്യാറ്റിനോടാണ് കൂടുതൽ റിലേ ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ മനുഷ്യർ ആയിരിക്കാം പൂച്ചകളെ ആദ്യമായി സൈപ്രസിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാക്കാം. അതായത് പൂച്ചകൾ അതിനും വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിൽ കയറിക്കൂടിയിട്ടുണ്ടാക്കാം. മിഡിൽ ഈസ്റ്റേൺ വൈൽഡ് ക്യാറ്റായ ഫേലിസ് സിൽവസ്ട്രിസ് എന്നൊരു ഇനം കാട്ടുപൂച്ചയിൽ നിന്നാണ് ഡൊമസ്റ്റിക്കേറ്റഡ് ക്യാറ്റ് വേർതിരിച്ചു വന്നത് എന്നൊരു അഭിപ്രായമുണ്ട്.
ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗങ്ങളിൽ കൃഷി ആരംഭിച്ചിരുന്നു. ഈ സമയം മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രവും പൂച്ചകൾ തന്നെയായിരുന്നേക്കാം. പൊതുവെ വേട്ടയാടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർക്ക് ലഭ്യമായിരുന്നത് അന്നന്നത്തെ ഭക്ഷണം, അല്ലെങ്കിൽ ഏറിപ്പോയാൽ 2-3 ദിവസത്തെ അത്രമാത്രമായിരുന്നു. എന്നാൽ കൃഷി മനുഷ്യരിൽ ആവശ്യമുള്ളതിലും അധികം ഭക്ഷണം ലഭ്യമാക്കി. പക്ഷേ ഇത് ക്ഷാമകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമായിരുന്നു. ഇവിടെ എലികളും മറ്റും ശല്യമായി വരും. മനുഷ്യൻ എന്തൊക്കെ രീതിയിൽ ശ്രമിച്ചാലും കൃഷികൾ നശിപ്പിക്കുന്ന എലികളെ ഒന്നും തുരത്താൻ സാധിക്കുന്നില്ല. പക്ഷേ എല്ലാത്തരം എലിക്കണികളെക്കാളും മികച്ച ഒന്ന് ആ സമയത്ത് മനുഷ്യനെ തേടി മനുഷ്യന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടാകും: പൂച്ചകൾ. പലതരം രോഗങ്ങളും എലികൾ മനുഷ്യനെ സമ്മാനിച്ചിട്ടുണ്ട്. മനുഷ്യനെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിയെ തുരത്താൻ അവനെ സഹായിച്ച പൂച്ചകളെ അവൻ ദൈവമായി കണ്ടതിലും തെറ്റ് പറയാൻ സാധിക്കില്ല. ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ദൈവം പൂച്ചയുടെ മുഖം ഉള്ളതാണ്. അവിടെ അക്കാലങ്ങളിൽ പൂച്ചകളെ കൊല്ലുന്നവർക്ക് മരണശിക്ഷ ഉറപ്പായിരുന്നു. പക്ഷേ ഇവയുടെ സ്വഭാവ സവിശേഷതകളിൽ ഒന്നും തന്നെ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ജനറ്റിക് മേക്കപ്പ് ഒക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. ഇവയുടെ കളറിൽ വന്നിരിക്കുന്ന ചില വ്യത്യാസങ്ങൾ ഒഴികെ, അതായത് ഓറഞ്ച്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഒക്കെയായി പല കളറുകളിലുള്ള രോമക്കുപ്പായങ്ങൾ ഇവയ്ക്കുണ്ട്. വരയം പൂച്ചകളെ കണ്ടിട്ട് തുടങ്ങിയത് 15-16 നൂറ്റാണ്ടിൽ മുതൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഇത്തരത്തിലുള്ള പൂച്ചകൾ പലയിടങ്ങളിലായി ധാരാളമായി കാണാൻ തുടങ്ങി. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിലാണ് ഡിസൈനർ ക്യാറ്റുകൾ ധാരാളമായി കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ നായ്ക്കളെ പോലെ നിരവധി ഇനം പൂച്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് വളരെ കുറച്ച് ഫോസിലുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഏകദേശം BC 1500 കാലഘട്ടം വരെ വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ട്. എന്നാൽ 2001-ൽ ചൈനയിലെ ഷാങ്സി പ്രോവിൻസിൽ ക്വൻചാൻ എന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗം പൂച്ചയുടെ ഫോസിലുകൾ കണ്ടെത്തിയുണ്ടായി. 5000 മുതൽ 6000 വർഷം വരെ പഴക്കം ഇതിന് പറയാനുണ്ട്. പൊതുവെ ചെറിയ വലുപ്പമാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. ഇവ ചെറിയ ജീവികളെയും അതുപോലെ മനുഷ്യൻ നൽകിയിരുന്ന ഭക്ഷണവും മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ക്യാറ്റുകൾ 2 ലീനിയേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം വന്നു. എന്നാൽ കൂടുതൽ പഠനങ്ങളിൽ നിന്നും ഇവ ലെപ്പേർഡ് ക്യാറ്റുകൾ ആണെന്ന് മനസ്സിലായി. ഇത്തരത്തിലുള്ള പൂച്ചകളുടെ പിൻഗാമികൾ വീടുകളിൽ എങ്ങും തന്നെ കാണപ്പെടുന്നില്ല. ഇവയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. പല രീതിയിലുള്ള വിഭാഗത്തിൽപ്പെട്ട പല പൂച്ചകളുമായി ക്രോസ് ബ്രീഡ് ചെയ്തതാണ് പലതരത്തിലുള്ള ഡിസൈനർ പൂച്ചകളെ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. പുലികളുടേത് പോലുള്ള പൊട്ടുകളുള്ള സാവന പൂച്ചകളും അതുപോലെ തന്നെ കടുവകളെ പോലെ വരകളുള്ള ബംഗാൾ പൂച്ചകളും ഇതിന് ഉദാഹരണമാണ്. കാട്ടുപൂച്ചകളുമായി ക്രോസ് ചെയ്യപ്പെടുന്ന പല ബ്രീഡുകൾക്കും പലയിടങ്ങളിലും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ ഈ പ്രവണത തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇന്ന് പലതരത്തിലുള്ള രോമക്കുപ്പായം ആണ് ഇവയ്ക്കുള്ളത്. വെളുപ്പ്, കറുപ്പ്, അതുപോലെ ഓറഞ്ച് നിറത്തിൽ, അതുപോലെ തന്നെ വളരെയധികം രോമങ്ങളുള്ളവ. ഇതൊക്കെ മനുഷ്യൻ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നതിന് ഫലമായി ഉണ്ടായി വന്നതാണ്. ഏകദേശം 39 ഇനം പൂച്ചകളെ വീട്ടിൽ വളർത്തുന്നതായി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ മേഖലയിൽ നിന്നും ലഭിക്കുവാനുണ്ട്. കൂടുതൽ ഫോസിലുകളുള്ള സ്ഥിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ, കൂടുതൽ അറിവുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ അറിവുകൾ പറഞ്ഞ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.